ഹായ്, എന്താ പാട്? സുഖമല്ല എല്ലാവർക്കും? സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ രാവിലെ മേലെ ഒന്ന് കയറിയതാണ്. എന്തൊക്കെയായി ഏതൊക്കെയായി എന്നൊന്നും അറിയണ്ടേ. കയറുമ്പോൾ ഒരു ഉന്മേഷം കിട്ടും ഇതൊക്കെ ഒന്ന് കാണുമ്പോഴേ. അപ്പോൾ മുളക് കുറേ പഴുത്ത് നിന്നിരുന്നു. ഇന്നലെ മഴ പെയ്തുകൊണ്ടേ മുളകൊക്കെ കേടുവരാൻ സാധ്യതയുണ്ട്. മുളകൊക്കെ വെള്ളം ഇറങ്ങിയിട്ടേ കേടുവരും. അപ്പോൾ ആ കന്നിട്ട് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത് ഇന്നേ. അതുകൊണ്ട് കയറിയതാണ്. അപ്പോൾ കുറച്ചൊക്കെ കണ്ട് പൊട്ടിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊക്കെ ഒന്ന് പഴുത്തിട്ട് നിൽക്കുന്നുണ്ട്. എന്താ ഒക്കെ നല്ല പൊട്ടിക്കാം. നമുക്ക് ഉണക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അല്ലെങ്കിൽ നമുക്ക് പച്ചയിൽ പൊട്ടിക്കാമായിരുന്നു. അപ്പോൾ മഴയാണ് ഇനി. അപ്പം മഴ പെയ്യുമ്പോഴേ ഇത് ചിലപ്പം ബുദ്ധിമുട്ടായാലോ. അതാണ് അതുകൊണ്ട് പൊട്ടിക്കാന്ന് വിചാരിക്കുന്നത്. നമ്മളെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തയ്യകളാണത്. വലിപ്പം കണ്ടില്ല. മുളക്കില്ലേ ഒരു കണം കൊണ്ടേ താങ്ങാൻ പറ്റാതെ നിൽക്കണം. ഇത് പൊട്ടിച്ചെടുക്കുമ്പോഴേ രസമാണല്ലേ. ഇതില്ലേ ഇത്ര മുളക്കാണ് ഒരു ചെറിയ മരത്തുമുണ്ടായി ഇല്ലേ. കുറച്ച് പണിയെടുത്ത് കിട്ടും അതിങ്ങനെ ഉണ്ടായി കിട്ടാൻ. നമുക്ക് മുതൽ മുടക്കില്ല എന്നുള്ളൊരു ഇതല്ലേ. പരിപാലനം മാത്രമേ ഉള്ളൂ. ഒക്കെയൊക്കെ നമ്മളെ വീട്ടിലുണ്ടായ സാധനമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പിന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരു രസമുണ്ട്. കടയിൽ നിന്ന് വളമൊക്കെ മേടിച്ചുകൊണ്ടിരുന്നു പൈസയ്ക്ക് കുറേ ചിലവല്ലേ. ഇങ്ങനത്തെ വളമാണ് കിട്ടുന്നതെന്നുള്ള പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നതൊക്കെ ഗുണമാണ്. കുറച്ചെന്നാണ്ടേ പഴുക്കാനേ നിർത്തുന്നത് നല്ലതല്ല മരത്തിന് ശരിക്കേ. കാരണം അത്ര അതിൻ്റെ ആരോഗ്യമുണ്ട്. കട്ട് ചെയ്തിട്ട് പച്ചമുളകിൽ കട്ട് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ വേഗം അടുത്തത് ഉണ്ടാവാനുള്ള ശ്രമം നടത്തും. ഇത് പൊട്ടിക്കാതാവുമ്പോഴേ ശ്രമം കുറച്ച് കുറയും. പെട്ടെന്ന് പൊട്ടിക്കണം. നോക്കുമ്പോഴേ പൊട്ടിക്കുമ്പോഴാണ് ചെടികൾ പിന്നെയും പൂക്കാൻ ശ്രമിക്കുക, കായ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് ഉണക്കിയിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ആയത്. ഇപ്പോൾ മഴയും പെയ്തു. ഇനിയിപ്പോൾ ഉണങ്ങണ കാര്യം ഞെരുക്കണം. അപ്പോഴേ അതുകൊണ്ട് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിക്കണം. മുളക് പൊട്ടിച്ചിട്ട് കൈ കടയുണ്ട്. സമയമില്ല, എന്നാലും പാല് കൊണ്ട് കൊടുക്കാണ്ട് പറന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയതാണ്. നിരീക്ഷണേ ഒരാഴ്ചയിലേ 7 ദിവസം ഇവിടെ വന്ന് നോക്കിയിട്ടില്ലെങ്കിലേ ഒറ്റ ദിവസം കൊണ്ട് ചില പുഴുകൾ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പുഴുകളെ പണി കഴിക്കും. അപ്പോൾ അങ്ങനെ ചില അപാകതകളോടെ വന്നിട്ടുണ്ട്. 3 ദിവസമായി ഞാൻ കയറിയിട്ട്. ഇന്ന് കയറണം എന്ന് വിചാരിക്കും, സമയം കിട്ടില്ല. അപ്പോൾ മുളക് ഇന്ന് പൊട്ടിച്ചിരിക്കണം. താഴെ കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ പൊട്ടിക്കണം. വഴുതന ഇപ്പോൾ പൊട്ടിക്കണില്ല. കുറച്ച് പൊട്ടിച്ചത് വീട്ടിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഏകദേശം അതിൻ്റെ ശേഷം അപ്പോഴത്തിന് അത് നാളെ മറ്റന്നാളൊക്കെ പൊട്ടിക്കാൻ വെച്ചിട്ടാണ്. ഇപ്പം സമയവും ഇല്ല, പാലൊക്കെ കൊണ്ട് കൊടുക്കാനുള്ള സമയമായതുകൊണ്ടേ. തക്കാളി ഇത് അടുത്ത സെഷൻ റെഡി ആയിക്കൊണ്ടിരിക്കട്ടാ. അല്ല, തക്കാളി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ചവിടെ നട്ടിട്ടുണ്ട്. കോളിഫ്ലവർ ഇതൊക്കെ ചെറിയ കവറിൽ ആക്കി വെച്ചാണ് കുറച്ച് ബാക്കിയുള്ളത്. കാരണം കുറേ എണ്ണം പോവും, അപ്പോൾ അതിൽ വെക്കാനുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.